അപ്പോൾ ഗായ്സ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് വേറെ ഇതര മേഖലകളിൽ ഇന്ന് സംസാരം തുടരാം. എന്തുകൊണ്ട് ഞാനിന്ന് ഒരു വീഡിയോ ഇടുന്നു എന്നെ പറ്റി എല്ലാവരും പലരും പല ചോദ്യങ്ങൾ ചോദിക്കട്ടോ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പാഷനേറ്റായിട്ട് കുറച്ച് കാലമായിട്ട് കാണുന്നത് ഫുട്ബോളാണ്. അത് എന്നെ അറിയണ കുറച്ച് പേര് പറയാം ഞാനെങ്ങനെയാണ് ഫുട്ബോൾ കാണുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. എന്നെ അറിയാത്തവന്മാരെ പറ്റിയിട്ട് എനിക്കറിയില്ല എങ്ങനെയാണ് എന്നെ അവന്മാർ ജഡ്ജ് ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ഭയങ്കര ഹാർട്ട് ഫിൽട്ടായിട്ട് ചെയ്യാനായ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫുട്ബോൾ കളി കാണുന്നത് മാത്രമാണ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവസാനിപ്പിക്കാനൊന്നും. കാരണം ജീവിതം നമ്മൾ എപ്പോഴെങ്കിലും വിചാരിക്കുന്ന രീതിയിലല്ലോ പോവുക. അതുകൊണ്ട് തന്നെ ജസ്റ്റ് എപ്പോഴെങ്കിലും ഓരോ രീതിയിലായിരിക്കില്ല. പക്ഷെ എല്ലാ സമയത്തും എന്താ പറയുക സെയിം ഹൈ കിട്ടണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടാറില്ല. കാര്യം ഇപ്പോൾ കുറേ കാലമായിട്ട് ഫുട്ബോൾ ഒന്നും കാണുമ്പോൾ അത്ര പണ്ടൊരു കിട്ടിയിരുന്നൊരു ഹൈ ഒന്നും കിട്ടുന്നില്ല. കാരണം ജീവിതം മാറി, ജീവിതത്തിൻ്റെ മാറ്റം നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കളി, സിനിമ കാണൽ, അങ്ങനെ ഹൈ കിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇതുവഴി നമുക്ക് ഇനി വീഡിയോയ്ക്ക് കിടക്കാം. വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കുന്നില്ല. ഇത് കാലങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്ത് തോറ്റുപോയൊരു സംഭവമാണ്. കാരണം എല്ലാ വേൾഡ് കപ്പ് വരുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു 10 വീഡിയോ ഉണ്ടാവും എന്തുകൊണ്ട് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നില്ലായിരുന്നു. സത്യത്തിൽ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മുടെ നാട്ടിലത്തെ ഫുട്ബോൾ ഫെഡറേഷനുകളാണോ? ഞാനതിനെ പറ്റി വിരിക്കുന്നില്ല. നമ്മുടെ നാട്ടിലത്തെ പൊളിറ്റിക്സാണോ? അതും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്താണ് കാരണം ആണോ? പക്ഷേ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ മാത്രമാണോ അങ്ങനെ ചക്രശ്വാസം കളിക്കുന്നത്? ക്രിക്കറ്റ് ഒഴിച്ച് നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഗെയിംസിൻ്റെ അവസ്ഥ ഏകദേശം ഇത് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒളിമ്പിക്സിൻ്റെ മെഡൽ ടൈൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്പോർട്സ് എത്രത്തോളം ശോചനീയമാണ്. ശരിക്കും ഭയങ്കര മോശമാണ് നമ്മുടെ നാട്ടിലത്തെ സ്പോർട്സ് കൾച്ചർ പൊതുവെ. കാരണം നമ്മുടെ അടുത്ത നാട്ടിലത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വൈറ്റ് കോളർ ആയിട്ടുള്ള ജോബാണ്. കാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതും പിന്നെ നമ്മൾ ആ കാലഘട്ടത്തിൽ ചെയ്ത ജോലികളും ഒക്കെ നമ്മൾ ഉദ്യോഗസ്ഥ മൈൻഡിലാണ് നമ്മുടെ കൾച്ചർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം സ്കൂളിൽ പോകണം, സ്കൂളിൽ കഴിഞ്ഞാൽ കോളേജിൽ പോകണം, കോളേജ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ജോലി കിട്ടണം. ഈ ഒരു സെറ്റ് ഓഫ് മൈൻഡിലാണ് കുറേ പേര് ഇവിടെ ജീവിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സെറ്റ് ഓഫ് ജനങ്ങൾ ജീവിക്കുന്നത് വേഗം പഠിത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോവുക, രക്ഷപ്പെടാം എന്നൊരു മൈൻഡിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് കൂടുതലും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു സംഭവം വിജയിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ കാലത്തും ഇങ്ങനത്തെ ഇത് നമ്മുടെ വളർന്നു വന്ന വഴിയും നമ്മുടെ പൊളിറ്റിക്സും ജിയോ പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാതും ഇതിനെ ബാധിക്കുന്ന കാരണമാണ് ഒരു ഫുട്ബോളിലൊരു മേന്മ നമുക്കില്ലാത്ത പറ്റുന്നത്. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഒരിക്കലും ഒരു സ്പോർട്സ് താരമാവുക എന്ന് പറയുന്നതല്ല. ഒരിക്കലും എങ്ങനെയെങ്കിലും നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് മാറ്റം വരുത്തുക എന്നുള്ളൊരു സെറ്റ് ഓഫ് മൈൻഡാണ് ഭൂരിഭാഗം ആൾക്കാർ ജീവിക്കുന്നത്. എക്സെപ്ഷൻ ചില കേസുകൾ മാത്രമേ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ ഈ ക്രിക്കറ്റിലേക്ക് ഭൂരിഭാഗം പ്ലേയേഴ്സ് മാത്രമേ റിച്ചായിട്ടുള്ളൂ. കാരണം ക്രിക്കറ്റിന് കൃത്യമായിട്ടൊരു അടിത്തറവുണ്ട്. കാരണം 1983 വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചില്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അന്നൊരു ഗെയിം ജയിച്ച കാരണം ആ ഗെയിമിന് പാഷനായിട്ട് നമ്മൾ ഇന്ത്യക്കാരെ കണ്ടു. അതുകൊണ്ട് കുറച്ച് ഫണ്ട് അതൊക്കെ ഇറങ്ങി. പിന്നെ IPL വന്നു, അതിന് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്തു അവരെ ക്രിക്കറ്റ് ബോർഡ്. അപ്പോൾ ഇവിടെ അതിനൊരു പ്രൊഫഷണലിസം ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ക്രിക്കറ്റ് ഇത്ര വളരാൻ നമ്മുടെ നാട്ടിൽ കാരണമായത്. പിന്നെ നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് ചർച്ച വരണ്ടാവും എന്തുകൊണ്ട് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നില്ല. എൻ്റെ ഫസ്റ്റത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യ ഇനി എങ്ങനെ കളിക്കാമെന്ന് പറ്റി പറയുകയാണെങ്കിൽ മോസാലയുടെ പോലത്തെ ഒരു പ്ലെയർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇന്ത്യൻ വംശജൻ ഒരു അതർ ലീഗിൽ പോയിട്ട് കളിക്കുകയാണെങ്കിൽ, സാധാരണ ലീഗിൽ പോയി കളിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗോ ലാ ലീഗയോ ഈ 2 ലീഗിലോ ഏതെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു കൾട്ട് ഫോളോയിങ് വരാൻ സാധ്യതയുണ്ട്. കാരണം ആ പ്ലെയറിന് ഒരു കൾട്ട് ഫോളോവേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ മുമ്പിലത്തെ ആദ്യത്തെ ഒരു വഴി. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറയുകയാണെങ്കിൽ
മെച്ചപ്പെട്ടൊരു ക്ലബ് കൾച്ചറിലെത്തൊരു നാടാണ് നമ്മുടെ നാട്. അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ സ്പോർട്സിന് തീരെ വേരോട്ടില്ലെന്ന്, അതിൽ ഉൾപ്പെടുത്താം. നമ്മുടെ നാട്ടിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു ക്ലബ് കൾച്ചറില്ല. ക്ലബ് കൾച്ചർ ഒരു ബെറ്ററായ ക്ലബ് കൾച്ചർ ഉണ്ടെങ്കിൽ നമുക്കൊരു ബെറ്ററായിട്ടുള്ള ഫുട്ബോൾ കൾച്ചർ ഉണ്ടാവും. കാരണം എപ്പോൾ നോക്കിയാലും ക്ലബ്ബുകളാണ് ഒരു നാഷണൽ ടീമിന് വേണ്ടിയിട്ട് പ്ലെയേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് നാഷണൽ ഫുട്ബോളല്ല ശരിക്കും ക്ലബ്ബുകൾക്ക് പ്ലെയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മെസ്സി തന്നെ നമുക്ക് എടുക്കാം. മെസ്സി കളിച്ചു വളർന്നിട്ടുള്ള ടീം ന്യൂവൽ ബോയ്സാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരനൊരു ഭയങ്കരമായിട്ടുള്ളൊരു രോഗം ബാധിക്കാം അതിൻ്റെ ചിലവുകൾ ഏറ്റെടുക്കൽ ബാഴ്സലോണയും അങ്ങനത്തെ സ്റ്റോറീസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അന്ന് ബാഴ്സലോണ വന്നിട്ട് മെസ്സിനെ ഏറ്റെടുത്തില്ലെങ്കിൽ ഒരിക്കലും മെസ്സി എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടാവില്ലായിരുന്നു. ഇത് സെയിം കേസാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലും. സ്പോർട്ടിംഗ് ലിസ്ബണിൻ്റെ അക്കാദമിയിൽ പുള്ളിക്കാരനൊരു ചാൻസ് കിട്ടിയില്ലെങ്കിൽ പുള്ളിക്കാരന് ആ ചാൻസ് കൊടുക്കാനാണ്. ശരിക്കും ക്ലബ്ബുകളാണ് ഒരു പ്ലെയറിനെ വളർത്തിക്കൊണ്ടിരുന്നത്. കാരണം ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഒരു ക്ലബ്ബ് കാണുന്നത്. അവരുടെ ഡെവലപ്മെൻറ്റ് ചെയ്യുക, അവർക്ക് സ്കൂളിൽ പറഞ്ഞയക്കുക, അവർക്ക് ഫുഡ് കൊടുക്കുക, പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കുക, അതൊക്കെയും ഒരു ക്ലബ്ബ് കറക്റ്റായിട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് മറ്റേ ഇവിടുത്തെ രാജ്യങ്ങളൊക്കെയും പ്ലെയേഴ്സ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ബ്രസീലിൽ മറ്റേ ഭയങ്കര താരത്തിലാണല്ലോ. പക്ഷേ ബ്രസീൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കാലങ്ങളായിട്ട് അവിടെ കൃത്യമായിട്ടുള്ള ഫാക്ടറി പോലെയാണ് അവിടെ പ്ലെയേഴ്സിനെ അവരുടെ ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഗെയിം. അതുകൊണ്ടാണ് അവിടെ അത്രയ്ക്കും പ്ലെയേഴ്സ് ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിലൊരിക്കലും ഈ ക്ലബ് കൾച്ചർ ക്ലച്ച് പിടിക്കാതെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ നല്ല ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. നമ്മളാണ് ശരിക്കും മുന്നോട്ടിറങ്ങുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടാക്കി, അല്ല നിങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ച് പേരേക്കും പിടിച്ചു കൂട്ടി ഒരു ക്ലബ്ബൊക്കെ ഉണ്ടാക്കി, മറ്റേ ലൈക്ക് അത്ലറ്റിക്കുമാരുടെ ഒക്കെ ഇല്ലേ, അടുത്ത പിള്ളേരാണ്, കോളേജ് പിള്ളേരാണ് ആ ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു നാട്ടിലത്തെ ആൾക്കാരേക്കും വിളിച്ചു കൂട്ടി ഒരു ക്ലബ്ബൊക്കെ ഉണ്ടാക്കി നല്ല ഗ്രാസ് റൂട്ട് ട്രിമ്മിങ്ങൊക്കെ നടത്തി പിള്ളേരെ കണ്ടുപിടിച്ച് കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഇറക്കി പ്ലേയേഴ്സിനെ ഉണ്ടാക്കും. അല്ലാണ്ട് നമുക്ക് ആരും പഴിചേരിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നാട് ഇങ്ങനെയാണ്, ഇതെല്ലാ കാലത്തും ഇങ്ങനെ ആയിരിക്കും. കാരണം നമ്മൾ വന്നിട്ടുള്ളത് ആ വഴി കൂടെയാണ്. ഫ്രം ഇൻഡിപെൻഡൻസ് ടു ഹിയർ. ഇൻഡിപെൻഡൻസ് മാത്രമല്ല, അതിന് മുമ്പും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ. വിദേശികളുടെ ക്ലർക്കാവാൻ വേണ്ടി പണിയെടുത്തു കുറേ നാൾ. ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉദ്യോഗസ്ഥനാവാൻ വേണ്ടി പണിയെടുക്കുന്നു, സർക്കാരിൻ്റെ ജോലിക്കാരനാവാൻ പണിയെടുക്കുന്നു. നമ്മുടെ ഇരിക്കുന്ന കസേരകൾ മാത്രമേ മാറണുള്ളൂ, ചെയ്യണ ജോലി എല്ലാ കാലഘട്ടത്തിലും ഒന്ന് തന്നെയാണ്. അടിമ.